നമസ്കാരം. ഗൾഫ് വാർത്തകളിലേക്ക് സ്വാഗതം. യുഎയിലെ പ്രവാസികളാണത്രേ ഗൾഫ് ലോകത്തെ ഏറ്റവും ഹാപ്പിയായവർ. യുഎയിൽ താമസിക്കുന്ന പ്രവാസികളിൽ 94% പേരും ഭാവിയിലും രാജ്യത്ത് തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നതായി സർവേ റിപ്പോർട്ട്. മികച്ച ജീവിത നിലവാരം, തൊഴിലവസരങ്ങൾ, സുരക്ഷ എന്നിവയാണ് യുഎയിൽ തുടരാനുള്ള പ്രധാന കാരണങ്ങളായി ഭൂരിഭാഗം പേരും ചൂണ്ടിക്കാട്ടിയത്. ആർസെറ്റ് ഗ്ലോബലും ക്വസ്റ്റ്യൻ പ്രോയും ചേർന്ന് നടത്തിയ യുഎഇ എക്സ്പാറ്റ് മോണിറ്റർ സർവേയിലാണ് ഈ കണ്ടെത്തൽ. പങ്കെടുത്തവരിൽ 97% പേരും യുഎഇ സുരക്ഷിതവും സ്ഥിരതയുമുള്ള രാജ്യമെന്നാണ് വിലയിരുത്തിയത്. പങ്കെടുത്തവരിൽ ഇന്ത്യക്കാരും മലയാളികളുമുണ്ട്. സൗദി സമ്മർ 2026 സീസണിനെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളുമായി ജിദ്ദ മുനിസിപ്പാലിറ്റി. വേനൽക്കാല അവധി ആഘോഷിക്കാൻ എത്തുന്ന സ്വദേശികളും വിദേശികളുമായ സന്ദർശകർക്കായി നഗരത്തിലുടനീളമുള്ള 500 പൊതുപാർക്കുകളും 5 പ്രമുഖ വാട്ടർ ഫ്രണ്ടുകളും പൂർണ്ണ സജ്ജമാക്കിയതായി അധികൃതർ അറിയിച്ചു. ബീച്ചുകൾ, നീന്തൽ കേന്ദ്രങ്ങൾ, വിനോദ മേഖലകൾ എന്നിവിടങ്ങളിൽ വിപുലമായ അറ്റകുറ്റപ്പണികളും ശുചീകരണ പ്രവർത്തനങ്ങളുമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. യുഎഇയുടെ യാത്രാ വിപ്ലവമായ ഇത്തിഹാദ് റെയിൽ ഓടിത്തുടങ്ങുന്നു. അബുദാബി ഫുജറ റൂട്ടിൽ ആരംഭിക്കുന്ന ഇത്തിഹാദ് റെയിൽ പാസഞ്ചർ സർവീസ് ജൂൺ 30 നാളെയാണ് ആരംഭിക്കുക. സർവീസിൽ കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കും ഇൻഫന്റുകൾക്കുമുള്ള പ്രത്യേക ഇളവുകൾ പ്രഖ്യാപിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ആദ്യ ദിവസമായ നാളെ സാധാരണ ടിക്കറ്റ് നിരക്കിൽ 50% ഇളവ് നൽകുന്നതിന് പുറമെയാണിത്. ഇതോടെ അബുദാബിയിൽ നിന്ന് ഫുജറയിലേക്കുള്ള കംഫർട്ട് ക്ലാസ് ടിക്കറ്റുകൾ 55 ദിർഹത്തിന് ലഭ്യമാകും. പ്രീമിയം ക്ലാസ് ടിക്കറ്റുകൾ 120 ദിർഹത്തിനും ബുക്ക് ചെയ്യാം. ഒപ്പം മലയാളികൾക്കും അഭിമാനിക്കാം. റെയിലിലെ ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നേട്ടം ഒരു മലയാളിക്ക് സ്വന്തമാകും. ഇത്തിഹാദ് റെയിലിലെ ട്രെയിൻ ഡ്രൈവേഴ്സ് ലൈൻ മാനേജറായ നിഷാദ് എന്ന 29-കാരനാണ് ഈ നേട്ടം. ആലപ്പുഴ സ്വദേശിയാണ് ഇദ്ദേഹം. കുവൈത്തിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങൾക്ക് പുതിയ കേന്ദ്രം ആരംഭിക്കുന്നു. BLS ഇന്റർനാഷണലിന് പകരം എംബസി ഔട്ട്സോഴ്സ് സേവനങ്ങൾ ഇനി ഡിജിറ്റൽ ഗ്ലോബൽ ഏറ്റെടുക്കും. അതേസമയം സർവീസ് ചാർജ് 6 മടങ്ങ് വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ പ്രവാസികൾക്ക് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ജൂലൈ 1 മുതലാണ് പുതിയ കേന്ദ്രത്തിലേക്ക് മാറുക. നേരത്തെ 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 25 ദിനാർ ആയിരുന്നു ഫീസ്. എന്നാൽ പുതിയ നിരക്ക് പ്രകാരം ജൂലൈ 1 മുതൽ ഇത് 30 ദിനാർ ആകും. സർവീസ് ചാർജ് 1 ദിനാറിൽ നിന്ന് 6 ദിനാറായി ഉയരുന്നതാണ് വർധനയ്ക്ക് കാരണം. പാസ്പോർട്ട് ഫീസിൽ മാറ്റമില്ല. 60 പേജുള്ള ജംബോ പാസ്പോർട്ടിന് 38 ദിനാർ നൽകണം. പാസ്പോർട്ട് നഷ്ടപ്പെട്ടാലോ കേടായാലോ പുതിയതെടുക്കാൻ 53 ദിനാർ വേണം. ഇനി സൗദി അറേബ്യയിൽ നിന്നുള്ള രസകരമായൊരു വാർത്തയോടെ ഇന്നത്തെ ഗൾഫ് ന്യൂസ് അവസാനിപ്പിക്കാം. സിറ്റി ഫ്ലവർ ഹൈപ്പർ മാർക്കറ്റും നുപുരധ്വനി ആർട്സ് അക്കാദമിയും സംയുക്തമായി ജുബൈൽ സിറ്റി ഫ്ലവർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പൊറോട്ട തീറ്റ മത്സരവും കലാപരിപാടികളും പ്രവാസി മലയാളികൾക്ക് വേറിട്ടൊരു ആവേശമായി മാറി. വാശിയേറിയ പൊറോട്ട തീറ്റ മത്സരത്തിൽ 25ഓളം പേർ പങ്കെടുത്തു. നിശ്ചിത 10 മിനിറ്റിൽ 8 പൊറോട്ടകൾ കഴിച്ച് നേപ്പാൾ സ്വദേശി മത്സരത്തിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. ശേഷം നടന്ന കലാപരിപാടികൾ കാണികൾക്ക് ദൃശ്യശ്രാവ്യ വിരുന്നായി മാറി. നുപുരധ്വനി ആർട്സ് അക്കാദമിയിലെ കുട്ടികൾ അവതരിപ്പിച്ച നൃത്തങ്ങളും റിയാദ് മെഹ്ഫിൽ ഒരുക്കിയ മുട്ടിപ്പാട്ടും പരിപാടിയുടെ പ്രധാന ആകർഷങ്ങളായിരുന്നു.